എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ ശ്രീഋഷി യോഗ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത് എസ്പെഷ്യലി ലേഡീസിന് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആസനയാണ്. നമ്മളിൽ പലരും സിവിയറായിട്ടുള്ള ബാക്ക് പെയിൻ ഇഷ്യൂസ് അനുഭവിക്കുന്നവരാകും. പിന്നെ ലേഡീസ് ആണെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിലുള്ള പല രീതിയിലുള്ള വേദനകൾ ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും വളരെ ലളിതമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇത് എസ്പെഷ്യലി ലോങ് ടൈം ഇരുന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നിന്നിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു ആസനയാണ്. ഇതിനെ നമുക്ക് ഒരു ആസന എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇതിൽ ഒരുപാട് ആസനാസിൻ്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതൊരു സീരീസ് ഓഫ് പോസേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വജ്രാസനത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നതും തിരികെ വജ്രാസനത്തിൽ തന്നെയാണ്. ഇതിന് ഇടയ്ക്ക് നമ്മൾ 3 പോസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്താണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ പോസ്റ്ററിൻ്റെ പേര് മാർജാരാസനം എന്നാണ്. മാർജാരൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ, നമ്മൾ പൂച്ചയാണ് മാർജാരൻ എന്ന് പറയുന്നത്. പൂച്ചയുടെ മൂവ്മെൻറ്റ്സിനോട് സിമിലറായിട്ട് വരുന്ന സ്പൈൻ ബെൻഡിങ്ങും അപ്പമായിട്ടുള്ള മൂവ്മെൻറ്റ് വരുന്നത് കൊണ്ടാണ് ഇതിന് ആ ഒരു പേര് കിട്ടിയത്. ഇറ്റ് ഈസ് മോർ കണക്റ്റഡ് വിത്ത് അവർ സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി. അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള പോസ്റ്ററാണ്. റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പിന്നെ അതുപോലെ നമുക്ക് സാധാരണ വരുന്ന മസിൽ ടെൻഷൻസ് ഒഴിവാക്കാൻ ഒരുപാട് നല്ലതാണ്. നമ്മുടെ കോർ മസിൽസിനെ ഒരുപാട് ടോൺ ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് മാർജാരാസനം. ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രയോജനം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഫീൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ഇതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റെഗുലർ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോസ്ചർ ഇംപ്രൂവ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ് മാർജാരാസനം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇതെന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരുന്ന ഒരു പൊസിഷനാണ്. സ്പൈനൽ കർവ് ചെയ്തിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ പോസ്റ്ററാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ്, ശരിക്കും ഓവറോൾ ബെനിഫിറ്റ് ബോഡിയിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ്. പിന്നെ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ പല പോസ്റ്റേഴ്സും കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പോസ്റ്ററാണ് ശശാങ്കാസനം എന്ന് പറയുന്നത്. അത് സ്പൈനിന് ഒരുപാട് ബെനിഫിറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് വളരെയധികം ശാന്തമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ് ശശാങ്കാസനം. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സ്പൈനൽ മൂവ്മെൻറ്റ് നമ്മൾ വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ശശാങ്കാസന പൊസിഷനിലാണ്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ശാന്തത മനസ്സിന് കൊടുക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, റീസെൻ്റ് ആയിട്ടുള്ള അബ്ഡോമിനൽ സർജറീസ് കഴിഞ്ഞിട്ടുള്ളവർ ഈ പോസ്റ്റർ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ഇതിൻ്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. ഓവർ സ്ട്രെച്ചിങ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ എൽബോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിവിയർ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ സിവിയറായിട്ടുള്ള മൈഗ്രെയിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ നെക്ക് മൂവ്മെൻറ്റ്, നമുക്കിപ്പോൾ ഒരു കർവിങ് മൂവ്മെൻ്റ് ആണല്ലോ വരുന്നത്, അപ്പോൾ അതിൽ നമുക്ക് നെക്ക് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ ലൈറ്ററായിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നല്ല രീതിയിലുള്ള ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നല്ല ഹൈ BP ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സ്ലോലി വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഹരിബറിയായിട്ട് നമ്മൾ ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ റിസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് പാർട്ടൊക്കെ ഇഞ്ചുറീസ് ഏതെങ്കിലും രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം കെയർ ചെയ്ത് വേണം ചെയ്യാനായിട്ട്. നീ ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും ശരിക്കും നമ്മൾ ഒരുപാട് ഒരു പ്രസ്സിങ് ഫ്ലോറിൽ കൊടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നല്ല
സോഫ്റ്റ് സപ്പോർട്ട് നമുക്ക് നീസിന് അടിയിലൊക്കെ കൊടുത്തിട്ട് വേണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ ആദ്യത്തെ മാസങ്ങളിൽ ഈ ഒരു പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ബാക്ക് ബെൻസും അവർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ അവോയ്ഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്സിലോട്ട് പോവാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ഈ പോസ്റ്റർ തുടങ്ങുന്നത് വജ്രാസനത്തിൽ നിന്നാണ്. സോ വജ്രാസനത്തിലേക്ക് വരുന്നതിന് വേണ്ടി നീ സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് ആദ്യം നിൽക്കുക. ദെൻ സ്ലോലി വജ്രാസന പൊസിഷനിലിരിക്കുക. അവിടെ നിന്നും നമ്മൾ ശരിക്കും അടുത്തൊരു ഫോർവേഡ് ബെൻഡിങ് മൂവ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എൽബോസ് പരസ്പരം കൈകൊണ്ട് തമ്മിൽ ഹോൾഡ് ചെയ്ത് ഒരു മെഷർമെൻറ്റ് നമ്മൾ ആദ്യം എടുക്കണം. അതിനായിട്ട് 2 എൽബോസും ഓപ്പോസിറ്റ് ഹാൻഡ്സ് കൊണ്ട് ഹോൾഡ് ചെയ്ത് മുട്ടിന് നേരെ മുന്നിലായിട്ട് വയ്ക്കുക. ആ ഒരു ഡിസ്റ്റൻസിൽ നീ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൽബോസ് അതാത് നീസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുക. ദെൻ 1 പാം ഡിസ്റ്റൻസിൽ കൈകൾ കൊണ്ടുവരിക. സാവധാനം ഒരു ടേബിൾ പൊസിഷനിലേക്ക് വരിക. ഈ പൊസിഷൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മുടെ കാൽപാദങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പെരുവിരൽ തമ്മിൽ ചേർന്നിരിക്കണം. ഹീൽസ് അകന്നിരിക്കണം. ഈ പൊസിഷനിൽ ആദ്യം സാവധാനം ഒരു നോർമൽ ബ്രീതിങ് ചെയ്യുക. ദെൻ ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ. നന്നായി ശ്വാസം അകത്തേക്കെടുത്ത് വയർ താഴ്ത്തി തല പരമാവധി ഉയർത്തി ഹിപ്പ് പരമാവധി ഉയർത്തിയ ഒരു പൊസിഷനിലേക്ക് വരിക. Then exhale and spine up, head down. ഇപ്പോൾ നമ്മളൊരു റാ ഷേപ്പിലാണ്. Inhale, spine down, hip up, head up. Exhale, spine up, head down. Inhale, spine down, hip up, head up. Exhale, spine up, head down. ഈ മൂവ്മെൻറ്റ് ഒരു 5 to 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം സാവധാനം ശശാങ്കാസന പൊസിഷനിലേക്ക് വരിക. കൈകൾ നന്നായിട്ട് നിവർന്നിരിക്കും. കഴിയുന്നത്ര ശിരസ് മാറ്റിൽ ടച്ച് ചെയ്ത് വേണം ഇരിക്കാനായിട്ട്. പരമാവധി നമ്മുടെ ഹിപ്പ് ഉയരാൻ പാടില്ല. ശശാങ്കാസന പൊസിഷനിൽ നന്നായിട്ട് ലോങ് ബ്രീതിങ് ചെയ്യുക. റിലാക്സ്ഡ് ബ്രീതിങ്. ദെൻ സാവധാനം കൈകൾ രണ്ടും അതാത് കാലുകളുടെ വശത്തായിട്ട് പ്ലേസ് ചെയ്യുക. കൈപ്പത്തി മേലോട്ട് ഫേസ് ചെയ്യണം. ഇത് ബാലാസനമാണ്, ചൈൽഡ് പോസാണ്. ഈ പൊസിഷനിലും 2-3 ടൈംസ് നോർമൽ ബ്രീതിങ് ചെയ്യുക. സാവധാനം ചിൻ ലോക്ക് ചെയ്ത് വജ്രാസന പൊസിഷനിലേക്ക് വരിക. വജ്രാസനത്തിലെത്തിയ ശേഷം പതിയെ ചിൻ ലോക്ക് മാറ്റുക. കം ടു നോർമൽ പൊസിഷൻ. റിലാക്സ്. ഇതാണ് മാർജാരാസനത്തിൻ്റെ സ്റ്റെപ്സ്.
അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റർ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക. വരുന്ന ക്ലാസ്സുകളിൽ പുതിയ ആസനാസ് നമുക്ക് പരിചയപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു നോളജ് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.